ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ചിലതൊക്കെ ത്യജിച്ച് കുരിശെടുത്ത് എന്നെ അനുഗമിക്കാനായിരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷ ആഹ്വാനം. അവനവൻ്റെ കഷ്ടതകളുടെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്ന കൽപ്പന സത്യത്തിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു താതാത്മ്യപ്പെടലാണ്. ഗോകുൽത്താ യാത്രയിൽ ക്രിസ്തുവിന് പിന്നാലെ ക്രിസ്തു വഹിച്ച കുരിശെടുത്ത് നടന്നവനെക്കുറിച്ച് വേദം പറയുന്നുണ്ട്. കുറേനക്കാരനായ ശീമോനായിരുന്നു അത്. എത്രയും വേഗം കുരിശെടുത്ത് ഗോകുൽത്തായുടെ മുകളിലെത്തുവാൻ ശീമോൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. തളർന്ന് ശാരീരിക വേദനയിലായിരിക്കുന്ന ക്രിസ്തുവിനൊപ്പം നടന്നും ക്രിസ്തു നിൽക്കുന്ന ഇടങ്ങളിൽ അവനോടൊപ്പം നിന്നും ക്രിസ്തുവിന് ഏൽക്കേണ്ടി വന്ന ചില ചാട്ടാവാറടികൾ സ്വീകരിച്ചുമായിരുന്നു ശീമോൻ ഗോകുൽത്താ യാത്രയെ അനുഭവിച്ചിരുന്നത്. ഒരർത്ഥത്തിൽ ശീമോൻ വഹിച്ചിരുന്നത് അവൻ്റെ തന്നെ കഷ്ടതയുടെ കുരിശായിരുന്നു. ശീമോൻ കുരിശ് വഹിച്ച് ക്രിസ്തുവിനൊപ്പം ഗോകുൽത്തായിലേക്കും, അനുതാപം കൈവരിച്ച കള്ളൻ കുരിശിലൂടെ പറുദീസയിലേക്കും കയറുന്നുണ്ട്. കഷ്ടതകളുടെ ഗോകുൽത്തായിൽ കയറുന്നവർക്ക് നിത്യതയുടെ പറുദീസ സുനിശ്ചിതമാണ്. എല്ലാ പിറവികൾക്കും പിന്നിൽ ഒരു വേദനയുടെ പശ്ചാത്തലമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ എല്ലാ ദൈവീക അനുഗ്രഹങ്ങൾക്കും പിന്നിൽ കഷ്ടതകളുടെ അടിയൊഴുക്ക് ഉണ്ടായിരിക്കും. ദ വേ ഓഫ് പാരഡൈസ് ഈസ് വയ ഓഫ് ഡെസേർട്ട് എന്നൊരു ചൊല്ലുണ്ട്. മരുഭൂമിയിലൂടെയാണ് പറുദീസയിലേക്കുള്ള വഴി എന്നാണ് അതിനർത്ഥം. കുരിശ് സ്വീകരിക്കുവാനും കുരിശ് വഹിക്കുവാനും കുരിശിനോട് ചേർന്ന് നിൽക്കുവാനും കഴിയുമെങ്കിൽ പറുദീസായിലെ വാതിൽ തുറക്കപ്പെടുന്നതായിരിക്കും. പറുദീസായിലെ വാതിലിൻ്റെ താക്കോൽ അവനവനിൽ ഉരുത്തിരിയുന്ന കഷ്ടതകളെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന സമർപ്പണത്തിനോടൊപ്പം തീർച്ചയായും ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.